എങ്ങനെയാണ് ഇപ്പം നമ്മുടെ പരിശോധനകൾ കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? ഇപ്പം ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ. എത്തുമ്പോൾ നോക്കുന്നുണ്ട് ഇവിടെ ഡ്രജർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു CP പൊടുത്ത പോയിന്റിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് CP1 ആണ് തോന്നുന്നു എനിക്ക്. അപ്പോൾ CP1 നമ്മുടെ അനുമാനം പ്രകാരം ട്രക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ പൈലൈൻ ആവേണ്ടിയിരുന്നു. ഇപ്പോൾ ട്രക്കിൻ്റെ ഭാഗം കെട്ടിയിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ലൈക്ലി അത് ഈ പെട്രോൾ ടാങ്കറിൻ്റെ ടയർസാണ് കെട്ടിയിരിക്കുന്നത്. ക്യാബിനും അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് CP4 നേരത്തെ പോകേണ്ടത്. അവിടെ പോയിട്ട് അവിടെയാണ് ഭാരത് ബെൻസിൻ്റെ ട്രക്ക് കിട്ടാൻ മാക്സിമം പ്രോബബിലിറ്റി. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പോയിന്റ് എങ്ങനെയാണ് നടക്കുക, അവരെവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത് ഇതിനെ നോക്കാനായിട്ട് അതിനൊക്കെ ഒരു ഗൈഡൻസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ 4 പോയിന്റുകളായിരുന്നല്ലോ കണ്ടെത്തി മാർക്ക് ചെയ്തിരുന്നത്. അതിൽ CP4 എന്ന് പറയുന്ന പോയിന്റ് ഇനി നമ്മൾ അവിടെ എന്തെങ്കിലും ഐബോർഡ് പോലെ അങ്ങനെ എന്തെങ്കിലും പരിശോധനകളുണ്ട്? അല്ല, ഇപ്പോൾ തൽക്കാലം പരിശോധനയുടെ ആവശ്യമില്ല. CP4 നമുക്ക് മാപ്പിൽ അറിയാം എവിടെയാണ് 132 മീറ്റേഴ്സ് എന്നുള്ളതല്ലേ സാർ ഇവിടുന്ന്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ഗ്രൗണ്ട് പൊസിഷൻ പറഞ്ഞു കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് അവരെ ഡ്രഡ്ജിങ് ചെയ്യട്ടെ. അവർ ഡ്രഡ്ജിങ് ചെയ്തിട്ട് ട്രക്ക് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അത് ട്രക്ക് കണ്ടുപിടിച്ച ശേഷം അതിനെങ്ങനെയാണ് എടുക്കേണ്ടത്, അതിൻ്റെ വെയിറ്റും അതൊക്കെ നോക്കിയിട്ട് അതിനെ ഗൈഡൻസ് ചെയ്യണം. അതിന് വീണ്ടും വിളിച്ചാൽ തിരിച്ചു വരാം. കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് CP4 അപ്പോൾ അവരുടെ എനിക്ക് അതന്നെ അവരുടെ ഞാൻ പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കഴിഞ്ഞിട്ട് CP4 നമുക്ക് നേരെ അവിടെ പോയിട്ട് ചെയ്യാൻ നോക്കാം. പക്ഷേ CP4 മിഡ് സ്ട്രീം ആയ കാരണം അവിടുത്തെ ഓപ്പറേഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇവർ ഇതിൻ്റെ എന്താണ് ബാങ്കിൻ്റെ അടുത്തല്ലേ, ഇവിടെ കുറച്ചുകൂടെ അവർക്ക് സപ്പോർട്ട് ഉണ്ട്. അവിടെ പോയി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വരും. കറക്റ്റ്, ഡ്രഡ്ജറിനെ ഗൈഡ് ചെയ്യാനായിട്ട് അവർ ഓപ്പറേഷനെ ഗൈഡ് ചെയ്യാൻ വന്നിരിക്കണം. തൽക്കാലം ഇല്ല, ഇന്നില്ല, നാളെ ഉണ്ടാവില്ല. അതവിടെ CP4 കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി തുടരുന്നുണ്ട്. ഇല്ല, ഞാൻ വന്നിട്ട് അവരെ ഗൈഡ് ചെയ്തിട്ട് നാളെയും ഗൈഡ് ചെയ്യും. പിന്നെ തിരിച്ചും അവർ ഓപ്പറേഷൻ നടത്തട്ടെ. അവർക്ക് 1-2 ദിവസം എടുക്കും അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. മണ്ണിന്റെ ഭാഗം കൂടുതലുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അതന്നെ. അപ്പോൾ മണ്ണൊക്കെ മാറ്റിയെടുക്കാൻ ഈസി അല്ലല്ലോ. അപ്പോൾ അവരുടെ ഡ്രഡ്ജറും അവരുടെ JCBയുടെ അതൊക്കെ ഫോർക്കൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ ട്രക്ക് കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിനെടുക്കാൻ നോക്കേണ്ടി വരും. എത്ര താഴ്ചയിലാണ് എന്നുള്ളതാണ് സാർ നമ്മുടെ വെള്ളത്തിന്റെ താഴെ ഒരു 3-4 മീറ്ററിന്റെ മിനിമം പോകേണ്ടി വരും അവർക്ക്. അപ്പോൾ ചിലപ്പോൾ ഡൈവറിനെയും താഴെ അയക്കേണ്ടി വരും. അത് മണ്ണ് മാറ്റി അതിനെ ട്രക്കിന്റെ ഭാഗം നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യാം. അവരോട് ഞാൻ ഇത് സംസാരിച്ച് ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പോയി കാണട്ടെ. അവിടെ ഞാൻ പോകുന്നുണ്ട്, ഡ്രഗിൽ കയറാൻ പോകുന്നുണ്ട്. അവിടെ സംസാരിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും വൈകുന്നേരം പറയാതെ. നിലവിൽ നമ്മൾ ഒരു എക്യുപ്മെന്റിന്റെ സഹായത്തോടു കൂടിയല്ല സാർ നേരത്തെ കണ്ടത്. എനിക്ക് വേണ്ട ഐറ്റം എൻ്റെ മൊബൈലിൽ ഇതിലുണ്ട്. എല്ലാം തുറന്നാൽ GPS ബേസ്ഡും ഗ്ലോബൽ എർത്തിൽ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓൺ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്, അതിൽ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ അതിനെ പോയിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, താങ്ക് യു.